അഖിൽമാരാറിന്റെ വാക്കിന് ബലമില്ല എന്നുള്ളൊരു സംഭവം നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള കാരണം പറഞ്ഞാൽ അത് മനസ്സിലാക്കാൻ പറ്റില്ല. അയാള് ഞാൻ എപ്പോഴും പറയുന്നു, ബിഗ് ബോസ് എന്ന ഷോ കൊണ്ടാണ് അഖിൽ കോട്ടത്തലയെ പരിചയപ്പെടുന്നത്. ജനങ്ങള് പരിചയപ്പെടുന്നത്. എന്നാൽ ജനങ്ങൾ മനസ്സിലാക്കിയത് അഖിൽ കോട്ടത്തല എന്ന് പറയുന്ന വ്യക്തി, മിസ്റ്റർ അഖിൽ കോട്ടത്തല എന്ന് പറയുന്ന വ്യക്തി ഇവിടെ ലൈം ലൈറ്റിലുണ്ട്, അല്ലെങ്കിൽ ആളുകളുടെ ഇടയിൽ ഉണ്ടെന്ന് ഒരു കോമൺ മാനിൽ നിന്ന്, ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ അല്ലെങ്കിൽ ഡയറക്ടറിൽ നിന്ന് ഒരു പബ്ലിക്കിൽ ഫിഗർ ആകുന്നത് ഈ പറഞ്ഞ ബിഗ് ബോസ്. അപ്പൊ ആ ഷോനെ പറ്റി വിമർശിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അയാൾ ഇന്ന് മുള്ളിയാമുട്ടി എന്നൊരു പടം ചെയ്തു. പടം കൂടി ആർക്കും അറിയില്ല ചെയ്ത സമയത്ത് മുള്ളിയാമുട്ടി എന്നൊരു പടം ചെയ്ത് അയാൾ എന്തോ പടമൊക്കെ ചെയ്യുന്ന കേട്ട് ഞാൻ കണ്ടില്ല. അതിങ്ങനെ റീലിൽ തട്ടി പോയപ്പോ കണ്ടു, ഭയങ്കര ആക്ഷനൊക്കെ ആയിട്ട്. അപ്പൊ ആ പടത്തിന്റെ പ്രൊമോഷന് അയാൾ വീണ്ടും ആ ഷോയിൽ പോയി. എന്നിട്ട് വീണ്ടും ഇറങ്ങിയിട്ട് ആ ഷോനെ കുറ്റം പറഞ്ഞു. എന്നിട്ട് ആ സിനിമേനെ വിമർശിക്കുന്നു, ഇവിടുത്തെ മുഖ്യമന്ത്രിനെ വിമർശിക്കുന്നു, എന്നെ വിമർശിക്കുന്നു, ഇവിടെയുള്ള മീഡിയക്കാരെ വിമർശിക്കുന്നു. സിനിമയും കുറ്റം പറഞ്ഞ സിനിമയിലുള്ള അതിൽ വർക്ക് ചെയ്ത എല്ലാ ആളുകളും എല്ലാവരും വിമർശിക്കുന്ന അയാളുടെ ജീവിതത്തിൽ ഒരു നിലപാടില്ലാത്ത അൾട്ടിമേറ്റ് പുച്ഛമാണ് എനിക്ക് അയാളോട് പറയാനുള്ളത്. അയാൾക്ക് നിലപാടുകളില്ല. കാര്യം നിലപാടുള്ള ഒരു മനുഷ്യനെ വിമർശിക്കില്ല. ബുദ്ധിയുള്ള മനുഷ്യന്മാർ അധികം വിമർശനമൊന്നും ഉണ്ടാവില്ല. കാര്യം നമ്മളെന്താ അറിയാം, നമ്മളെപ്പോഴും ഈ എന്താ പറയുക, ഇങ്ങനെ വിമർശിക്കുന്ന ആളുകൾക്ക് അവർ സ്വയം വിഡ്ഢികളായി. എന്നാൽ അയാൾ വിഡ്ഢിയാണ്, പമ്പര വിഡ്ഢിയായിട്ടിരിക്കുക. അയാൾ വിഡ്ഢിത്തരം ഇങ്ങനെ പറഞ്ഞു ആളുകളെ വിമർശിക്കും. അയാൾക്ക് പ്രത്യേകിച്ച് ദൈവം ഒരു കഴിവ് കൊടുത്തതെന്ന് പറഞ്ഞാൽ ആളുകളെ വിമർശിക്കാനുള്ള കഴിവ് അയാൾ കൊടുത്തിട്ടുണ്ട്. അത് അയാൾ നല്ല രീതിയിൽ സംസാരം കൊണ്ട്